ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെമറ്റോളജി സിസ്റ്റമാണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹെമറ്റോളജി സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഹെമറ്റോളജി സിസ്റ്റം തന്നെ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചില ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഞാൻ മാക്സിമം ആ വീഡിയോകൾ വരുന്ന ദിവസങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ചില സമയങ്ങളിൽ എനിക്കത് സാധിക്കാറില്ല, കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള വീഡിയോസ് ഞാൻ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ തരുന്നത്. ഹെമറ്റോളജി സിസ്റ്റത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the spleen lies against option 6th, 7th, 8th ribs, 7th, 8th, 9th ribs, 8th, 9th, 10th ribs, 9th, 10th, 11th ribs. Spleen lies against. Correct answer 9th, 10th and 11th rib. 9th, 10th and 11th rib ആണ് correct answer. Spleen lies against 9th, 10th and 11th rib. ഇത് സഫ്ദർജംഗ് എക്സാമിൻ, ഡൽഹി എക്സാമിൻ ചോദിച്ചതാണ്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ, സ്പ്ലീൻ is the left upper quadrant region, situated in the left upper quadrant region of the abdomen, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയക് റീജിയൻ എന്നും പറയും. ജസ്റ്റ് മുകളിലായിട്ട് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പിക്ചറിലുണ്ട് ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് റീജിയൻ ഓഫ് ദ അബ്ഡോമൻ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയാക് റീജിയനിലാണ് ഇത് സ്പ്ലീൻ ഉള്ളത്. സ്പ്ലീന് എന്ന് പറയുന്നത് ലിംഫറ്റിക് സിസ്റ്റത്തിലെ ഓർഗൻസ്, വേറെ ഓർഗൻസ് ഉണ്ട്, തൈമസ് ഗ്ലാൻഡ്, അതുപോലെ ലിംഫ് നോഡ് ടിഷ്യൂസ്, ബോൺ മാരോ, അങ്ങനെയുള്ള ലിംഫറ്റിക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്. വൈറ്റ് ബ്ലഡ് സെൽസ് എല്ലാം ക്യാരി ചെയ്യുന്ന ലിംഫ് നോഡ്സ് ഒക്കെ WBC ഒക്കെ ക്യാരി ചെയ്യുന്നതാണ്. അപ്പോൾ ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഓർഗാനിസം, നമ്മുടെ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുമ്പോൾ അതിനെ തടയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ലിംഫറ്റിക് സിസ്റ്റം. അപ്പൊ ലിംഫറ്റിക് സിസ്റ്റത്തിന്റെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ എന്ന് വെച്ചാൽ സ്പ്ലീൻ ആണ്. പർപ്പിൾ കളറാണ് സ്പ്ലീന്, പർപ്പിൾ കളറാണ് ലിംഫറ്റിക് സിസ്റ്റത്തിലെ ലാർജസ്റ്റ് ഓർഗൻ ആണ്. പൊസിഷൻ എന്ന് പറയുമ്പോൾ അപ്പർ ക്വാഡ്രന്റ് ഓഫ് അബ്ഡോമൻ ആണ്. 5 inches ലോങ്, ലെങ്ത് 5 inches ആണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ 170 gram ആണ്. വെയിറ്റ് എത്രയാണ്? സ്പ്ലീന്റെ വെയിറ്റ് എത്രയാണ്? 170 gram, അല്ലെങ്കിൽ 6 ounce എന്ന് പറയാം. 6 ounce അല്ലെങ്കിൽ 170 gram, 5 inches ലോങ്, അതാണ് സ്പ്ലീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the last product in the process of blood coagulation is options thromboplastin, prothrombin, fibrin, thrombin. ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫിബ്രിൻ ആണ്. ബ്ലഡ് കോയാഗുലേഷൻ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഫിബ്രിൻ ആണ്. അങ്ങനെയാണ് ക്ലോട്ട് ഫോർമേഷൻ വരുന്നത്. നമ്മുടെ ബ്ലഡില് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. ബ്ലഡില് 45% RBC, WBC, പ്ലേറ്റ്ലെറ്റ്, ഇത് 45% നമ്മുടെ ബ്ലഡിലുണ്ട്. 55% പ്ലാസ്മയാണ്. ബ്ലഡിൽ എന്തൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ് 45%, പ്ലാസ്മ 55%, RBC, WBC, പ്ലേറ്റ്ലെറ്റ് 45%. സോ നമ്മൾ ക്ലോട്ടിംഗ് പ്രോസസ്സ് അത്യാവശ്യമാണ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ക്ലോട്ടിംഗ് പ്രോസസ്സ് വളരെ അത്യാവശ്യമാണ്. അതർവൈസ് സം പേഷ്യൻസ്, ഹീമോഫീലിയക് പേഷ്യൻസ്, വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. സോ ദർ വിൽ ബി എക്സ്ട്രീം സിവിയർ ബ്ലീഡിംഗ് വിൽ ബി ദർ. ശരി, 3 സ്റ്റെപ്പ്, ദർ വിൽ ബി 3 steps ഫോർ ബ്ലഡ് കോയാഗുലേഷൻ. ഹിയർ 3 steps ഫോർ ബ്ലഡ് കോയാഗുലേഷൻ. ഫസ്റ്റ് ഒരു മുറിവുണ്ടാകും, ഒരു ഡാമേജ്, നമ്മുടെ ടിഷ്യൂ, സോഫ്റ്റ് ടിഷ്യൂ ഡാമേജ് വരുന്നു, ഒരു മുറിവ് വരുന്നു. ഡാമേജ് ടു ബ്ലഡ് വെസൽസ്, ദാറ്റ് വിൽ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ. ഡാമേജ് ടു ബ്ലഡ് വെസൽ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ. ഈ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആണ് കൺവേർഷൻ ചെയ്യുന്നത് ത്രോംബിനെ കൺവേർഷൻ ചെയ്യുന്നത് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആണ്. പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ത്രോംബിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ത്രോംബിൻ ആക്ട് ആസ് ആൻ എൻസൈം. ക്ലോട്ടിംഗ് എൻസൈം ഏതാണ്? ത്രോംബിൻ ആണ്. ഈ ത്രോംബിൻ ഉണ്ടല്ലോ, അതാണ് ക്ലോട്ടിംഗ് എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ത്രോംബിൻ ആക്ട് ആസ് ക്ലോട്ടിംഗ് എൻസൈം ടു കൺവേർട്ട് ഫിബ്രിനോജൻ ടു ഫിബ്രിൻ. ഫിബ്രിനോജനെ ഫിബ്രിനായി കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്? ത്രോംബിൻ ആണ്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഫിബ്രിനോജനെ ഫിബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ക്ലോട്ടിംഗ് എൻസൈം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ ത്രോംബിൻ ആണ്. ഫിബ്രിനോജനെ
ഫിബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ക്ലോട്ടിംഗ് എൻസൈം ഏതെന്ന് ചോദിച്ചാൽ ത്രോംബിനാണ്. സോ മുറിവുണ്ടാകുന്നു, ദർ വിൽ ബി ഡാമേജ് ടു സോഫ്റ്റ് ടിഷ്യൂസ്, formation of prothrombin activator, then conversion of prothrombin activator to thrombin. Thrombin എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് എൻസൈം ആണ്. ത്രോംബിൻ ആണ് ഫിബ്രിനോജനെ ഫിബ്രിനാക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ വിത്ത് വൺ ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്രൂപ്പ്സ് കൺസിഡർഡ് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണ്? AB പോസിറ്റീവ് ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത് ബ്ലഡ് സ്വീകരിക്കാം? AB പോസിറ്റീവ്. യൂണിവേഴ്സൽ ഡോണർ ഏതാണ്? O പോസിറ്റീവ് ആണ്. യൂണിവേഴ്സൽ ഡോണർ O പോസിറ്റീവ് ആണ്. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് ടു. മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് ടു, ജസ്റ്റ് ഞാൻ വായിച്ചു വിടുകയാണ്. മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ബൈൻഡ് ടു ഓക്സിജൻ ആൻഡ് ട്രാൻസ്പോർട്ട് ടു ദ ടിഷ്യൂസ്. ഓക്സിജനെ ക്യാരി ചെയ്ത് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ bind to oxygen, transport to the tissues. Next question, all are true regarding monocyte except. All are true regarding monocyte except options: largest leukocyte can be seen, abundant blue-grey cytoplasm, perform phagocytic action, it belongs to granulocyte category. All are true regarding monocyte except it belongs to granulocyte category എന്നുള്ളത് തെറ്റാണ്. ബാക്കി എല്ലാം മോണോസൈറ്റിനെ റിഗാർഡ് ചെയ്തിട്ടുള്ളതാണ്. മോണോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. മോണോസൈറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് WBC പ്രൊഡ്യൂസ്ഡ് ബൈ ബോൺ മാരോ. ടൈപ്പ് ഓഫ് WBC പ്രൊഡ്യൂസ്ഡ് ബൈ ബോൺ മാരോ, അതാണ് മോണോസൈറ്റ്. ഫാഗോസൈറ്റിക് ആക്ഷൻ ഉണ്ട്. മോണോസൈറ്റ്സിന് ഫാഗോസൈറ്റിക് ആക്ഷൻ ഉണ്ട്. അതായത് ഹോസ്റ്റ് ക്യാൻ പ്രൊട്ടക്ട് ഇറ്റ്സെൽഫ് ഫ്രം ഇൻഫെക്ഷൻ. ഒരു ഹോസ്റ്റിന് ഇൻഫെക്ഷനെ തടയാനുള്ള കഴിവാണ് ഫാഗോസൈറ്റിക് ആക്ഷൻ. ടു റിമൂവ് അൺവാണ്ടഡ് സെൽസ്, ഇതെല്ലാം ഫാഗോസൈറ്റിക് ആക്ഷനിൽ വരുന്നതാണ്. ലാർജസ്റ്റ് ലൂക്കോസൈറ്റ് കാണുന്നത് മോണോസൈറ്റിലാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Prolonged stay in space will lead to all of the following changes in the body except. Options: decreased blood volume, decreased hematocrit, decreased cardiac output, decreased muscle strength. സ്പേസിൽ ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഒന്നൊഴികെ, എക്സെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഡിക്രീസ്ഡ് ഹെമറ്റോക്രൈറ്റ് എന്നുള്ളത് തെറ്റാണ്. ഇൻക്രീസ്ഡ് ഹെമറ്റോക്രൈറ്റ് ആണ്. HBയും ഹെമറ്റോക്രൈറ്റും ഒക്കെ ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. RBC കോൺസെൻട്രേഷൻ കൂടുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ RBC കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. RBC കോൺസെൻട്രേഷൻ കൂടുമ്പോൾ HBയും ഹെമറ്റോക്രൈറ്റും ഒക്കെ കുറയും. അതുപോലെ ബ്ലഡ് വോളിയം കുറയും, അത് ശരിയാണ്. 22% ഓഫ് ബ്ലഡ് വോളിയം ലോസ് ആഫ്റ്റർ 2 to 3 days stay in space. 22% ഓഫ് ബ്ലഡ് വോളിയം കുറയാണ്. 2-3 ദിവസം അവിടെ സ്പേസിൽ സ്റ്റേ ചെയ്യുമ്പോൾ കുറയുന്നു. കാർഡിയക് ഔട്ട്പുട്ട് കുറയും. അതുപോലെ മസിൽ മാസ് കുറയും. 20% മസിൽ മാസ് കുറയും. അതുപോലെ ബോൺ ഒക്കെ വീക്ക് ആവും. ഡിക്രീസ്ഡ് ഹെമറ്റോക്രൈറ്റ് അല്ല, ഇൻക്രീസ്ഡ് ഹെമറ്റോക്രൈറ്റ് ആണ്. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following suggest problem hematological system? ഹെമറ്റോളജിക്കൽ സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ: ജോണ്ടിസ്, ആസ്മ, റിനൽ കാൽക്കുലി, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ജോണ്ടിസ് ആണ്. ഹെമറ്റോളജിക്കൽ സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ജോണ്ടിസ് ആണ് ഉണ്ടാകുന്നത്. RBC ബ്രേക്ക് ഡൗൺ വരുന്നു. RBC ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് പിഗ്മെന്റ് ആയി മാറുന്നു. ഹെമറ്റോളജിക്കൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ RBC ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഹെമറ്റോളജിക്കൽ ഡിസീസസ് കോസ് RBC ബ്രേക്ക് ഡൗൺ ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു പ്രൊഡ്യൂസിങ് പിഗ്മെന്റ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. പിഗ്മെന്റ് ബ്ലഡ് സ്ട്രീമിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ജോണ്ടിസ് ആയി മാറുന്നത്. ആ ഹെമറ്റോളജിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡിസീസസ് ടു ഇൻക്രീസ് ദ RBC ബ്രേക്ക് ഡൗൺ, RBC പൊടിഞ്ഞു പോകുന്നു, അത് പിഗ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലേക്ക് വരുന്നു. അങ്ങനെ ജോണ്ടിസ് ഉണ്ടാകും.
സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ റിഗാർഡിംഗ് ബ്ലഡ്? ബ്ലഡുമായിട്ട് സത്യം എന്താണ്? ബ്ലഡുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സത്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഓപ്ഷൻ പറഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. അവിടെ ഓപ്ഷൻ കറക്റ്റ് ആയത് പ്ലാസ്മ കോൺസ്റ്റിറ്റ്യൂട്ട് 55% ഓഫ് ബ്ലഡ് വോളിയം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ പോയിന്റ്സ് ആണ് പറയുന്നത്. ഇത് ഏതെങ്കിലും പോയിന്റ്സ് എക്സാമിന് എന്തായാലും ചോദിക്കും, ശ്രദ്ധിച്ച് കേൾക്കണം. പ്ലാസ്മ 55% നമ്മുടെ ബ്ലഡിലുണ്ട്. അതുപോലെ നമ്മുടെ ബ്ലഡിൽ ബാക്കി 45% ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന 4 ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് എന്നാണ്. അല്ല, നമുക്ക് 3 ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡിൽ 3 ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് ആണ്. അത് ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അതുപോലെ ബ്ലഡ് വോളിയം ഇൻ ആൻ ആവറേജ് അഡൽട്ട് ഈസ് അബൌട്ട് 7% ഓഫ് ദ ബോഡി വെയിറ്റ് ആണ്. ബ്ലഡ് വോളിയം ആവറേജ് അഡൽട്ടിന് 7% ഓഫ് ദ ബോഡി വെയിറ്റ് ആണ്. ഇവിടെ 4% ആണ് കൊടുത്തത്, തെറ്റാണ്. 7% ഓഫ് ദ ബോഡി വെയിറ്റ് ആണ്. നോർമൽ pH നിങ്ങൾക്ക് അറിയാം 7.35 to 7.45 ആണ്. അപ്പൊ ഇവിടെ ശരിയെന്ന് പറയുന്നത് പ്ലാസ്മയുടെ അളവാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വിറ്റാമിൻ B12 deficiency is. ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വിറ്റാമിൻ B12 deficiency is. ഞാൻ ആൻസർ പറയാം. സ്കില്ലിംഗ് ടെസ്റ്റ് ആണ്. സ്കില്ലിംഗ് ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി. വിറ്റാമിൻ B12 ഡെഫിഷ്യൻസിക്ക് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് സ്കില്ലിംഗ് ടെസ്റ്റ്. ഇതിനെ വിറ്റാമിൻ B12 അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. വിറ്റാമിൻ B12 അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് സ്കില്ലിംഗ് ടെസ്റ്റിനെയാണ്. ഇനി എന്താണ് വൈഡാൽ ടെസ്റ്റ്? വൈഡാൽ ടെസ്റ്റ് എന്താണ്? എൻഡറിക് ഫീവർ, ടൈഫോയിഡ് ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. ബെനഡിക്ട് ടെസ്റ്റ് എന്താണ്? പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ. പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ ഇൻ യൂറിൻ. റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുമ്പോൾ മോണോസോക്രൈഡ്സ് അല്ലെങ്കിൽ ചില ഫോമിലുള്ള ഡൈസാക്രൈഡ്സ്, ഇതൊക്കെയാണ് റെഡ്യൂസിങ് ഷുഗർ. അപ്പോ റെഡ്യൂസിങ് ഷുഗർ, മോണോസാക്രൈഡ്സിന്റെ പ്രസൻസ് യൂറിനിൽ ഉണ്ടോ എന്ന് അറിയുന്നതാണ് ബെനഡിക്ട് ടെസ്റ്റ്. അപ്പൊ നമ്മൾ പണ്ട് ചെയ്തതാണ് അതൊക്കെ അല്ലെ. 5 ml റിയേജന്റ് എടുത്ത് ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് 8 ഡ്രോപ്പ് യൂറിൻ എടുത്തു. 8 ഡ്രോപ്പ് യൂറിനും റിയേജന്റും കൂടെ ഫ്ലെയിമിൽ വെച്ചു. 5 തൊട്ട് 10 മിനിറ്റ് വെച്ചു. അപ്പോ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വരുന്നു. ഇതിനകത്ത് ബ്ലൂ വരികയാണെങ്കിൽ കുഴപ്പമില്ല, ഗ്രീൻ വരികയാണെങ്കിൽ ട്രേസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ, ഓറഞ്ച് വരികയാണെങ്കിൽ മോഡറേറ്റ്, ബ്രിക്ക് റെഡ് ആണെങ്കിൽ എന്താണ്? എമൗണ്ട് ഓഫ് റെഡ്യൂസിങ് ഷുഗർ, ദ കണ്ടന്റ് ഈസ് ലാർജ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. റെഡ്യൂസിങ് ഷുഗർ തീരെ ഇല്ലെങ്കിൽ ബ്ലൂ ആണ്, ലാർജ് എമൗണ്ട് ഉണ്ടെങ്കിൽ എന്താണ്? ബ്രിക്ക് റെഡ് ആണ്. ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ സിറം പ്രോട്ടീൻ റേഞ്ച്. ടോട്ടൽ സിറം പ്രോട്ടീൻ റേഞ്ച് 6 to 8.2 gram per deciliter. ടോട്ടൽ സിറം പ്രോട്ടീൻ റേഞ്ച് 6 to 8.2 gram per deciliter. മനസ്സിലാക്കുക. അടുത്ത 2 സൈൻ ആണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയതാണ്. ഓർത്തോലാനി ടെസ്റ്റ്. ഓർത്തോലാനി ടെസ്റ്റ് എന്താണ്? അബ്ഡക്റ്റിംഗ് ദ ഹിപ്സ് ടു ട്രൈ ടു റീലൊക്കേറ്റ് ദ ഹിപ്പ്. So hip abduction to relocate the hip, or that is ortholani test. എക്സാമിന് ചോദിക്കാം. ഫിംഗേഴ്സ് പുഷ് ഫീമർ ടുവാർഡ്സ് ഇൻടു അസറ്റാബുലം. അപ്പൊ ന്യൂബോർണിന് ഉണ്ടാകുന്ന ടെസ്റ്റ് ആണ് ഓർത്തോലാനി ടെസ്റ്റ്. ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ബാർലോ ടെസ്റ്റ് എന്താണ്? പുഷിംഗ് ബാക്ക്വേർഡ്സ് ടു ട്രൈ ടു ഡിസ്ലൊക്കേറ്റ് ഹിപ്പ്. ദാറ്റ് ഈസ് ബാർലോ ടെസ്റ്റ്. രണ്ടും ഹിപ്പുമായിട്ട് റിലേറ്റഡ് ആട്ടോ, മാറിപ്പോരുത്. ബാർലോ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പുഷിംഗ് ബാക്ക്വേർഡ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ഓർത്തോലാനി എന്താണ്? അബ്ഡക്റ്റിംഗ് ദ ഹിപ്പ് ആണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇനി നമുക്ക് 2 N+RN ക്വസ്റ്റ്യൻ നോക്കാം. ആരൊക്കെ ചോദിച്ചിരുന്നു N+RN ക്വസ്റ്റ്യൻ കൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഒരു കാര്യം നമുക്കിത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു N+RN മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഒരു 15 മിനിറ്റോളം ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം. താങ്ക് യു. നിങ്ങൾ ആരെങ്കിലും ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഒന്ന് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ ആണ് ഇനിയും
ജോയിൻ ബട്ടൺ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ആ വീഡിയോ എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ പ്ലേലിസ്റ്റ് DHSന്റെ പ്ലേലിസ്റ്റ് പോയി നോക്കുക. അതിനകത്ത് റിസർച്ചിന്റെ എല്ലാ വീഡിയോസും ഉണ്ട്, അത് പോയി കാണുക. താങ്ക് യു ഓൾ.